നമുക്ക് 3 തക്കാളി എടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. വേറൊരു ജാറിൽ കുറച്ച് മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ലപോലെ മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ. ഇനി നമുക്ക് അരച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ കൂടെ നമുക്ക് ഒരു ചപ്പാത്തീൻ്റെ മാവ് ഉണ്ടാക്കണ ആ രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഏകദേശം ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമുക്ക് അതേപോലെ കുറച്ച് മൈദ എടുക്കാം, കുറച്ച് ഗോതമ്പ്, ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് അതേപോലെ ഉരുട്ടിയെടുക്കാം. ചപ്പാത്തി മാവ് പോലെ ഉരുട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് രണ്ട് നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടാം. തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് തിന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് വെട്ടിയെടുക്കാം. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാവ് എത്രമാത്രം കട്ടി കുറച്ച് പരത്തണോ അതിനനുസരിച്ച് ഇത് നല്ലോണം പൊള്ളിച്ച് വരും. അപ്പോൾ കട്ടി കുറച്ച് പരത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് നമുക്ക് അതേപോലെ പരത്തി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊക്കെ വറുത്ത് എടുക്കാം. ഇതിലേക്ക് കുറച്ച് മാങ്ങാപ്പൊടി, കുറച്ച് ഉപ്പ്, ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല എരിവും മധുരവും പുളിയുള്ള നല്ലൊരു സ്നാക്ക് ഐറ്റം റെഡിയായിരിക്കുകയാണ്. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ലൊരു സ്നാക്ക് ഐറ്റമാണ്. കുട്ടികൾക്ക് സ്നാക്സിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ചായക്കാണെങ്കിലും ഒക്കെ ഇത് കൂട്ടി നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഹാപ്പി കുക്കിംഗ്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.